ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ തുടങ്ങിക്കാണ്. ഈ ഫുട്ബോളിൻ്റെ വീഡിയോ ഇടാൻ നമ്മൾ തീരുമാനിച്ചാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി മുതൽ ഈ ഫുട്ബോളിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് ഡെയിലി ഗെയിം എടുക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മെല്ലെ മെല്ലെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഈ ഫുട്ബോളിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതുപോലെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഗൈസ്, അതൊക്കെ ക്ഷമിക്കുക. അതുപോലെ പിന്നെ ഇതിൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടാണ്. ന്യൂബ് അക്കൗണ്ട് എന്നല്ല, ഒരു പൊട്ട അക്കൗണ്ടാണ്. ഞാൻ അടുത്താണ് കളിയൊക്കെ തുടങ്ങിയത്, അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അക്കൗണ്ട് കാണിച്ചാൽ ഒരു വലിയ അക്കൗണ്ടൊന്നുമല്ല, നല്ല വലിയ പൊട്ട അക്കൗണ്ടാണ് ഗൈസ്. അത്ര നല്ല അക്കൗണ്ടൊന്നുമല്ല. ഈ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഡിവിഷൻ മാച്ച് കളിക്കാൻ പോകും. ഡിവിഷൻ 3 ആണ് ടാർഗറ്റ്. കാരണം ഇപ്പം തന്നെ ഡിവിഷൻ അധികം കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതാണ്. കോൺട്രാക്റ്റ് എന്തോ 2 എടുക്കാം. അത് റൗളിൻ്റെ ബാക്കാം. നമുക്ക് അത് കൂട്ടി വെച്ചിട്ട് കറക്കാം, 10 ആക്കിയിട്ട് കറക്കാം, അതല്ലേ. എന്തായാലും ഇപ്പോൾ ഡിവിഷൻ 6 ആണല്ലേ, നിലവിൽ 6 ഞാൻ പിന്നെ വലിയ പ്രോ പ്ലെയർ ഒന്നല്ല കേട്ടോ ഗൈസ്. ഗൈസ് കളി വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഓപ്പണൻ്റ് നോക്കാം. ഓപ്പണൻ്റ് എങ്ങനെയാണ് നോക്കട്ടെ. എടാ, ഡിവിഷൻ 4 അടിച്ച പ്ലെയർ, എന്തൊരു കഷ്ടം. ഞാൻ അത്ര വലിയ പ്ലെയറൊന്നും അല്ലാണ്ട് 3215 പ്ലെയർ എനിക്ക് വന്നില്ലേ. ഡിവിഷൻ 4 എന്ന് പറഞ്ഞാൽ അത്ര അതൊന്നുമില്ല. എന്നാലും നോക്കാം അവരുടെ ടീം. വാ, എനിക്ക് നല്ല കോച്ചൊന്നുമില്ല. കോച്ചിനെ എടുക്കാനുള്ള റാഷ്ഫോർഡ് പണി കിട്ടി. ലെഫ്റ്റിങ് നമുക്ക് എംബാപ്പിനെ ലെഫ്റ്റിങ് കൊണ്ടിടാം. കളി തുടങ്ങാം. കളി തുടങ്ങിയിട്ട് നമുക്ക് മസാറോ, ഗാർഡിയോൾ, സനറ്റി, കളിക്കാൻ ചെല്ല വയസ്സ്. എന്താണ് ഗൈസ്, സനറ്റി കൊടുക്ക്. എടാ, അത്രയുള്ളൂ. ഞാൻ എന്തൊക്കെ കാട്ടണം. തീർന്നു ഇല്ല ഗൈസ്. ഓൻ അവിടുന്ന് പാസ് എടുത്തോണ്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു ഗോളടിച്ച് ഗൈസ്. ജിജഫ് ഒരു ഗോളടിച്ച്, ചെറിയൊരു പണി കിട്ടി ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ കോള് വന്നുകൊണ്ട് കളിക്കാൻ പറ്റില്ല. എന്നാലും ഒരു ഗോളടിച്ച്. പാസ് കൊടുക്കണ്ടായിരുന്നില്ലേ. ഇങ്ങനെ അടിക്കുന്നു 6 അടുത്ത്. ആരങ്ങോട്ടോ പോയി. എന്താ ചെയ്യാ. അത് ഫൗൾ, പെനാൽറ്റി. ഇതിപ്പോൾ എങ്ങനെ അടിക്കും? ഒരു പിടുത്തം കിട്ടില്ല ഗൈസ്. എങ്ങനെ പഠിക്കുക? ഇത് കിട്ടോ? യെസ്, നെക്സ്റ്റ് ഗോൾ ഗൈസ്. സെലിബ്രേഷനൊക്കെ കിട്ടോ? ഇത്രേ ഉള്ളൂ. മെസ്സിയാണ് മെസ്സി. അടുത്ത എംബാപ്പെ. അതാ There will be 3 minutes added time.
ഗോളിട്ട് പോയി. ഒരു കാര്യം ചെയ്യാണ്ട് അറിയാണ്ട് ഒരു കാര്യം ചെയ്തു പോയി ഗൈസ്. ഞാൻ കളി കാണിച്ചു തരാം. സ്മാർട്ട് അസിസ്റ്റ് ഓഫ് ചെയ്തിടാം. പെട്ടെന്ന് നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അതെന്ത് ഫേക്ക് ഇട്ടായില്ല. ഞാനാണെങ്കിലേ പാസ് ഇട്ട് കൊടുക്കാനൊന്നും മനസ്സിലാവാണ്ടിരിക്കണം. അടുത്ത ഗോൾ. ലെറ്റ്സ് ഗോ. 3 ഗോൾ ഗൈസ്. ഞാനിങ്ങനെ നിമിഷം ബോറടിച്ച ആളാണ്. നിർത്തിപ്പോയില്ല. ഡിവിഷൻ 4 അടിച്ച ആളും 3200 മേലെ 3215 അങ്ങനെ എന്താണ്ടാണ് അവൻ്റെ സ്ട്രെങ്ത്ത്. വൈഫൈ ആയിട്ട് ഇങ്ങനെയാണല്ലോ അവസ്ഥ. എന്താ കേടാവുന്നത്? ഓ അത് കിട്ടില്ല സാധനം. ഇതൊരു നെറ്റില്ല ഗൈസ്. പ്രശ്നമുണ്ട്. ഞാൻ ഫൗളിട്ടല്ല, റെഡ് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഓൾറെഡി ഒരു യെല്ലോ ഉണ്ട്. റെഡും കിട്ടി. ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെ കാട്ടിയത് ഞാൻ. അതെന്തത്? നമുക്കൊരൊറ്റ ഗോൾ അടിച്ചാൽ മതിയല്ലോ. ഞാൻ അടിച്ചു വിട്ട് പറത്ത് വിടാൻ പോവുക. വയ്യ വെറുതെ. എനിക്ക് കിട്ടിയും ചേച്ചി. എൻ്റെ മോനെ ലാസ്റ്റ് ആ ഗോളിൻ്റെ സേവാണ് നമ്മൾ രക്ഷിച്ച് കഴിച്ചു. എൻ്റെ നെറ്റ് പോയി കഴിച്ചു. അതാണ് പ്രശ്നം ഉണ്ടായത്, വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഷെടാ ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമല്ല. ഒരു CB ആണ് പോയത്. ഓനെ മാറ്റി ഇവനടുണ്ട്. അല്ല ഒരാളുണ്ട് പറയും പോലെ. ഒരാളുണ്ട്. അവന്ന് എടുക്കട്ടെ കേട്ടോ വയസ്സോനെ. അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. അവിടെ ഇരിക്കട്ടെ. പറയണില്ല. 4-1-2-3 അവൻ്റെ ഫോർമേഷൻ. ലോങ് ബോൾ. നമ്മുടെ ലാല് 1-1-4. ഇതെന്തുണ്ടാവും? ഷെടാ നോർമൽ ഷോട്ട് അടിച്ചിട്ടാലും അടിച്ചിട്ടുണ്ട് ഗൈസ്. ഹജിദ്യോഫ് ഇപ്പം നല്ല സീനാണ് ഗൈസ്. എല്ലാവരും പറയണത് മിനിയേറ്റോ അതന്നെ ഇതിലും കാർഡാണ് ഈ ഹാജിദ്യോഫ്. കുറച്ചുകൂടി കയറി അടിച്ചാൽ മതിയിരുന്നില്ലേ? പക്ഷേ കുഴപ്പമില്ല. ചേടാ അതൊക്കെ അങ്ങനെ മിസ്സായി. അതെന്ത് എന്തിപ്പോ കാട്ടണ മനസ്സിലായില്ല. ഹാജിദോഫ് സീനാണ്. തിരിഞ്ഞടിച്ച് അങ്ങടല്ല.
അടുത്ത് പാസ് കൊടുക്കണം. എടാ ഞാൻ ഓഫ് സൈഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫ്രണ്ടിലേക്ക് ഓടിയിട്ട് പോയി, പെട്ടെന്ന് ഓടിപ്പോയി അവൻ ബാക്കിലേക്ക് ഒന്ന് പാസ് കൊടുക്കുമ്പോഴത്തേനും ബാക്കിലേക്ക് ഇറങ്ങി നിന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി ഓടിയിട്ട് പോകുന്നു പാസ് കൊടുക്കുമ്പോഴത്തേക്കും. എൻ്റെ മോനെ അവസാനം തിരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അവൾക്ക് നോക്കിയാൽ കിട്ടും തോന്നണില്ല. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ജയിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരൊറ്റ കളി കൂടി ജയിച്ചാൽ മതി നമുക്ക് ഡിവിഷൻ 5 അടിക്കാൻ. ഈ ഒരു കളി കൂടി കളിച്ചതിന് ശേഷം നമുക്ക് നിർത്താം. 12 ഇതായിട്ടുണ്ട്. നെയ്മറിന് എടുക്കാനുള്ള വക എത്തിയില്ല ഗൈസ്, നമുക്ക് എത്തിക്കാം. ഒരൊറ്റ കളി കൂടി അല്ലേ, ജയിച്ചിട്ട് വരാം. ആണല്ലോ 106ൻ്റെ പാണ്ടയ്ക്കുണ്ട്, സീനാവോ? അവരുടെ അച്ഛൻ സാബി അലോൺസോ അപ്പം ഗൈസ്. എടാ എന്താ ഞാൻ കാട്ടിയത്? ഞാൻ ഒരു നൂപനാണല്ലോ കാണില്. അത് ഫൗളല്ലാന്നാ, ഫൗള് കിട്ടിയും ചടിച്ചതാണ്. ഇതെന്ത് കഷ്ടമാണ്, വലിയവർക്കാൻ കുറച്ച് സീനാണ് ഇപ്പോൾ. എൻ്റെ പൊന്നളിയാ, ഞാൻ കാട്ടി 2-3 ഷോട്ടൊക്കെ മിസ്സാക്കി. 2-3 ഷോട്ട് മിസ്സാക്കി. രാജ്യദ്വീപിന് 2 നല്ല കിഡിലിന് ഷോട്ട് കിട്ടിയതാ. പക്ഷെ ഞാൻ കാട്ടിയ പൊട്ടത്തരം കാട്ടിയ ആരെ ഓനൊക്കെ അവിടെ സന്തോഷം കൂടി ഇരിക്കുന്നുണ്ടാവും. ഓനാണെങ്കിൽ നെക്കി പിടിച്ചിട്ട് എങ്ങോട്ടൊക്കെ ഞാൻ പാസ് എടുക്കുന്നത് ഡ്രസ് ചെയ്ത് തരാറുണ്ട്. അതും ഞാൻ കിട്ടില്ല പാസ് കൊടുക്കാൻ പറ്റും. പക്ഷെ നല്ല പ്രസ്സിങ്ങാണ് ആള്. ഇത് കളിക്കാൻ ഇച്ചില്ല നിങ്ങൾക്ക് അറിയണല്ലേ. അതുകൊണ്ട് ഇവനൊക്കെ എന്താ എന്നെ കൊല്ലണത് കാണുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ സാധാരണ ഞാനൊക്കെ തൊട്ടെടുക്കുമ്പോൾ പോയി ഫൗളാവുന്നതാണ്. എടാ എന്താ ഓൻ്റെ ഫുള്ള് പ്രസ്സിങ് ഉണ്ട് തന്നെ. ഞാനാണെങ്കിൽ നോക്കാണ്ടും കാണാണ്ടാണ് പാസ് കൊടുക്കുന്നത്. ഇവനെന്താണ് ഇങ്ങനെ ഡിഫൻഡ്? ഓൻ്റെ കാലിങ്ങനെ ആകാശം പറന്നു വന്ന പോലെ വന്നേ. എന്താ ഗായ്സ്, അതൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവണില്ല ഞാൻ കാട്ടണെന്ന്. ഇനി മുതൽ ഞാൻ നോർമൽ ഷോട്ട് അടിച്ച് കളിക്കാൻ തുടങ്ങിയാണ്. ഞാൻ അടിച്ചില്ലത്തിനും അവിടെയൊക്കെ ഞാൻ എന്തൊക്കെ കാട്ടി. എടാ ഞാൻ ഷോട്ട് എടുക്കാൻ വേണ്ടി സമയം തരണ്ടോ? ഫുള്ള് എൻ്റെ കാൽമൊക്കെ വന്നിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതി ഗോളാവാൻ ചാൻസ്.